നമ്മുടെ വരവ് ചെലവ് കണക്കുകൾ രേഖപ്പെടുത്താനും കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനും സഹായിക്കുന്ന ഒരു എക്സൽ ടെംപ്ലേറ്റ് ആണ് ഈ കാണുന്നത്. ഒരൊറ്റ എക്സൽ ഫോമുലയും ഒരൊറ്റ പിവറ്റ് ടേബിളും ഉപയോഗിച്ചുകൊണ്ട് ഇത്തരമൊരു സിമ്പിൾ ഇൻകം ആൻഡ് എക്സ്പെൻസ് ട്രാക്കർ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നോക്കാം. പുതിയൊരു എക്സൽ വർക്ക് ബുക്ക് ഞാൻ ഓപ്പൺ ചെയ്തു. ഇവിടെ ഒരു ബ്ലാങ്ക് വർക്ക് ഷീറ്റ് കാണാം. ഇനി B2 എന്ന സെല്ലിൽ ഇൻകം ആൻഡ് എക്സ്പെൻസ് സ്റ്റേറ്റ്മെന്റ്, B4 എന്ന സെല്ലിൽ ഡേറ്റ്, കാറ്റഗറി, ഐറ്റം, എമൗണ്ട്, റിമാർക്സ്. തിക്ക് ബോട്ടം ബോർഡർ അപ്ലൈ ചെയ്യുന്നു. ബോൾഡ് ഫോർമാറ്റ്, ഫോണ്ട് സൈസ് കൂട്ടുന്നു. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻകം ആൻഡ് എക്സ്പെൻസ് ടേബിളിൻ്റെ കോളം ഹെഡേഴ്സ് ആണ് ഈ കാണുന്നത്. ഈ ഡേറ്റ ഒരു എക്സൽ ടേബിളാക്കി മാറ്റാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. ഇൻസേർട്ട് ടാബിൽ പോവുക, ടേബിൾ, ക്രിയേറ്റ് ടേബിൾ, മൈ ടേബിൾ ഹാസ് ഹെഡേഴ്സ്. ഓക്കെ, നോക്കുക, നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റ ഒരു എക്സൽ ടേബിളായിട്ട് മാറി. ഫിൽറ്റർ ബട്ടൺ റിമൂവ് ചെയ്യുന്നു. കോളങ്ങളുടെ വിഡ്ത് കൂട്ടുന്നു. ഈ ടേബിളിലാണ് ഇൻകം ആൻഡ് എക്സ്പെൻസ് ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്യുക. ഡേറ്റ് എന്ന ആദ്യത്തെ കോളം തീയതി എൻ്റർ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ജനുവരി 1, 2026. തൊട്ടടുത്ത സെല്ലിലേക്ക് പോകാനായിട്ട് ടാബ് കീ പ്രസ് ചെയ്യുക. രണ്ടാമത്തേത് ട്രാൻസാക്ഷൻ്റെ കാറ്റഗറി എൻ്റർ ചെയ്യാൻ വേണ്ടിയുള്ള കോളമാണ്. ഒന്നുകിൽ ഇൻകം അല്ലെങ്കിൽ എക്സ്പെൻസ്. ഡേറ്റ എൻ്റർ എളുപ്പമാക്കാനായിട്ട് ഈ കോളത്തിൽ നമ്മളൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുവേണ്ടി ഡേറ്റ ടാബിൽ പോവാം, ഡേറ്റ വാലിഡേഷൻ, വാലിഡേഷൻ ക്രൈറ്റീരിയ, ലിസ്റ്റ്, സോഴ്സ് എന്ന ലേബലിന് താഴെയുള്ള ഇൻപുട്ട് ബോക്സിൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ വേണ്ടുന്ന ഓപ്ഷൻസ് ടൈപ്പ് ചെയ്യുക. ഇൻകം, എക്സ്പെൻസ്. ഓക്കെ, ഇനി ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻകം, എക്സ്പെൻസ് എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഉള്ള ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വന്നാൽ കാണാം. അടുത്തത് ഐറ്റം എന്ന കോളമാണ്. കാറ്റഗറി എന്ന കോളത്തിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ അനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റാണ് ഐറ്റം എന്ന കോളത്തിൽ വേണ്ടത്. ഇവിടെ ഇൻകം ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഐറ്റം എന്ന കോളത്തിലെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഇൻകം സോഴ്സുകളാകും ഡിസ്പ്ലേ ചെയ്യുക. അതേസമയം എക്സ്പെൻസ് എന്ന കാറ്റഗറിയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഐറ്റം എന്ന കോളത്തിലെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷൻസ് ആകും ഡിസ്പ്ലേ ചെയ്യുക. അത്തരമൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഐറ്റം എന്ന കോളത്തിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പുതിയൊരു വർക്ക്ഷീറ്റ് ആഡ് ചെയ്യുന്നു. ഇൻകം. ഇനി ഈ ഹെഡിങ്ങിന് താഴെ നമ്മളുടെ ഇൻകം സോഴ്സുകൾ ടൈപ്പ് ചെയ്യുക. സാലറി, ട്രേഡിംഗ്, ഫ്രീലാൻസിങ്. കൂടുതൽ ഇൻകം സോഴ്സുകൾ ഉള്ളവർക്ക് അവ കൂടെ ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ലിസ്റ്റ് ഒരു എക്സൽ ടേബിളാക്കി മാറ്റാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. ഇൻസേർട്ട്, ടേബിൾ, ക്രിയേറ്റ് ടേബിൾ, മൈ ടേബിൾ ഹാസ് ഹെഡേഴ്സ്. ഓക്കെ, നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റ ഒരു എക്സൽ ടേബിളായിട്ട് മാറി. ഈ ടേബിളിന് പേര് കൊടുക്കാനായിട്ട് ടേബിൾ ഡിസൈൻ എന്ന ടാബിൽ ഇൻകം, എൻ്റർ. ഇനി എക്സ്പെൻസിൻ്റെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. എക്സ്പെൻസ്, റെൻറ്റ്, ഗ്രോസറി, മെഡിക്കൽ, ഫ്യൂവൽ, എൻ്റർടൈൻമെൻറ്റ്. ഈ ലിസ്റ്റ് ഒരു എക്സൽ ടേബിളാക്കി മാറ്റാനായിട്ട് സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. Ctrl+T ആണ് എക്സൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട്. Ctrl+T, ക്രിയേറ്റ് ടേബിൾ, മൈ ടേബിൾ ഹാസ് ഹെഡേഴ്സ്. ഓക്കെ, ടേബിളിന് പേര് കൊടുക്കാനായിട്ട് ടേബിളിന് എക്സ്പെൻസ് എന്ന് പേര് കൊടുക്കുന്നു. എൻ്റർ. ഈ ടേബിളിൻ്റെ പേര് ഇൻഡയറക്റ്റ് ഫംഗ്ഷനുള്ളിലേക്ക് കൊടുത്തുകൊണ്ട് ഈ വർക്ക് ബുക്കിൽ എവിടെ വേണമെങ്കിലും ഈ ടേബിൾ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഈക്വൽ ഇൻഡയറക്റ്റ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഡബിൾ കോട്ട്സ്, എക്സ്പെൻസ്, ഡബിൾ കോട്ട്സ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. എക്സ്പെൻസ് എന്ന ടേബിൾ ഐറ്റംസ് ഇവിടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടു. ഈ ഫോമുല ഡിലീറ്റ് ചെയ്യുന്നു. ആദ്യത്തെ വർക്ക്ഷീറ്റിൽ വരുന്നു. ഇവിടെ ഇപ്പോൾ C5 എന്ന സെല്ലിൽ എക്സ്പെൻസ് എന്ന കാറ്റഗറി ആണുള്ളത്.
ഈ C5 എന്ന സെൽ റെഫറൻസ് ഇൻഡയറക്റ്റ് ഫംഗ്ഷനുള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ നോക്കുക. ഈക്വൽ ഇൻഡയറക്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, C5 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ. നോക്കുക, എക്സ്പെൻസ് എന്ന ടേബിളിലെ ഐറ്റംസ് ഇവിടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടു. ഇനി കാറ്റഗറി ഞാൻ ചേഞ്ച് ചെയ്യാണ്, ഇൻകം. നോക്കുക, അതിനനുസരിച്ച് ഈ ലിസ്റ്റ് മാറിയത് കാണാം. ഈ ഫോമുല ഡിലീറ്റ് ചെയ്യുന്നു. ഇനി ഐറ്റം എന്ന കോളത്തിലെ ആദ്യത്തെ സെൽ സെലക്ട് ചെയ്യുന്നു. ഡേറ്റ ടാബിൽ പോവുക, ഡേറ്റ വാലിഡേഷൻ, ലിസ്റ്റ് ഈക്വൽ ഇൻഡയറക്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. കാറ്റഗറി എന്ന കോളത്തിലെ ആദ്യത്തെ സെൽ സെലക്ട് ചെയ്യുന്നു, അതായത് C5. ഇനി C5 എന്ന സെൽ റെഫറൻസിലെ 5ന് മുന്നിലുള്ള $സൈൻ റിമൂവ് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഓക്കെ. ഇനി ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇൻകം സോഴ്സുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാണാം. സാലറി, ട്രേഡിംഗ്, ഫ്രീലാൻസിങ്. കാറ്റഗറി ഞാൻ ചേഞ്ച് ചെയ്യുന്നു, എക്സ്പെൻസ്. ഐറ്റം എന്ന കോളത്തിലെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷൻസ് ആണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. സാലറി, എമൗണ്ട് എൻ്റർ ചെയ്യുന്നു, ടാബ്. ഈ സംഖ്യകൾക്കിടയിൽ 1000 സെപ്പറേറ്റർ ആഡ് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക്, ഫോർമാറ്റ് സെൽസ്, നമ്പർ, യൂസ് 1000 സെപ്പറേറ്റർ, ഡെസിമൽ പ്ലേസ് വേണ്ട, ഓക്കെ. അടുത്ത ട്രാൻസാക്ഷൻ ആഡ് ചെയ്യുന്നു, എക്സ്പെൻസ്, റെന്റ്, ടാബ്, എക്സ്പെൻസ്, ഗ്രോസറി. ആവശ്യമെങ്കിൽ റിമാർക്സ് ആഡ് ചെയ്യാവുന്നതാണ്. വളരെ പെട്ടെന്ന് കുറച്ച് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഞാൻ ആഡ് ചെയ്യാണ്. നോക്കുക, 2026 ജാനുവരി മാസത്തെ ആദ്യത്തെ ആഴ്ചയിലെ ഇൻകം ആൻഡ് എക്സ്പെൻസ് ഡീറ്റെയിൽസ് ഞാൻ എൻ്റർ ചെയ്തു. ഇനി ട്രാൻസാക്ഷൻസിൻ്റെ ഒരു സമ്മറി എനിക്ക് കിട്ടണം, അതായത് ടോട്ടൽ ഇൻകം അതുപോലെ തന്നെ ടോട്ടൽ എക്സ്പെൻസ് കിട്ടണം. അതിനുവേണ്ടി ഈ ടേബിളിൽ നിന്ന് ഒരു പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ടേബിളിൽ ഏതെങ്കിലും ഒരു സെല്ല് ക്ലിക്ക് ചെയ്യുക, ടേബിൾ ഡിസൈൻ എന്ന ടാബിൽ പോവുക, സമ്മറൈസ് വിത്ത് പിവറ്റ് ടേബിൾ, എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ്. ഈ അപ്പാരോയിൽ ക്ലിക്ക് ചെയ്യുക. പിവറ്റ് ടേബിൾ എവിടെയാണോ ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ സെല്ല് ക്ലിക്ക് ചെയ്യുക, ഡൗൺ ആരോ, ഓക്കെ. ഇനി പിവറ്റ് ടേബിൾ ഫീൽഡ്സിൽ നിന്ന് കാറ്റഗറി എന്ന ഫീൽഡ് ഡ്രാഗ് ചെയ്ത് റോസ് എന്ന ഏരിയയിലേക്ക് ഇടുക. എമൗണ്ട് എന്ന ഫീൽഡ് ഡ്രാഗ് ചെയ്ത് വാല്യൂസ് എന്ന ഏരിയയിലേക്ക് ഇടുക. നോക്കുക, ടോട്ടൽ ഇൻകം, ടോട്ടൽ എക്സ്പെൻസ് എന്നിവയായി. ഈ ഗ്രാൻഡ് ടോട്ടൽ ഹൈഡ് ചെയ്യാനായിട്ട് ഡിസൈൻ, ഗ്രാൻഡ് ടോട്ടൽസ്, ഓഫ് ഫോർ റോസ് ആൻഡ് കോളംസ്. ഇനി എക്സ്പെൻസിന് മുകളിൽ ഇൻകം കിട്ടണമെങ്കിൽ ഇൻകം എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ. വേണമെങ്കിൽ പിവറ്റ് ടേബിളിൻ്റെ കളർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ കാറ്റഗറികളുടെ ടോട്ടലാണ് നമുക്ക് കിട്ടിയത്, അതായത് ഇൻകം ആൻഡ് എക്സ്പെൻസിൻ്റെ ടോട്ടൽ. ഇനി ഓരോ ഐറ്റത്തിൻ്റെയും ടോട്ടൽ കിട്ടണമെങ്കിൽ പിവറ്റ് ടേബിൾ സെലക്ട് ചെയ്തിട്ട് പിവറ്റ് ടേബിൾ അനലൈസ് എന്ന ടാബിൽ പോവുക, ഫീൽഡ് ലിസ്റ്റ്, ഐറ്റം എന്ന ഫീൽഡ് ഡ്രാഗ് ചെയ്ത് കാറ്റഗറി എന്ന ഫീൽഡിന് താഴെ പ്ലേസ് ചെയ്യുക. നോക്കുക, ഐറ്റംസിൻ്റെ കൂടെ ടോട്ടൽ ഇവിടെ കിട്ടി. റൈറ്റ് ക്ലിക്ക്, പിവറ്റ് ടേബിൾ ഓപ്ഷൻസ്, ഓട്ടോ ഫിറ്റ്, ഓക്കെ. രണ്ടാമത്തെ ആഴ്ചത്തെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഞാനിവിടെ ആഡ് ചെയ്യുന്നു.
പുതിയതായിട്ട് ആഡ് ചെയ്ത ഡേറ്റയ്ക്ക് അനുസരിച്ചിട്ട് പിവറ്റ് ടേബിൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക്, റിഫ്രഷ്. നമുക്ക് പിവറ്റ് ടേബിൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം. ഇനി ഇൻകം അല്ലെങ്കിൽ എക്സ്പെൻസ് എന്ന കാറ്റഗറിയിൽ കൂടുതൽ ഓപ്ഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഷീറ്റിൽ വരിക. ഇൻകം എന്ന ലിസ്റ്റിൽ പുതിയൊരു ഐറ്റം ആഡ് ചെയ്യുന്നു, കോച്ചിങ്. എക്സ്പെൻസിൽ ഷോപ്പിംഗ്, ഹെൽത്ത്. ഇൻകം നോക്കുക, നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്ത ഐറ്റം ഇവിടെ കാണാം, കോച്ചിങ്. എക്സ്പെൻസ്, ഷോപ്പിംഗ്, റൈറ്റ് ക്ലിക്ക്, റിഫ്രഷ്. നോക്കുക, പിവറ്റ് ടേബിൾ പുതിയ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം. ഇനി ഐറ്റംസ് ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മൈനസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതിന് പുറമെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അതായത് ഡാഷ്ബോർഡുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇൻകം ആൻഡ് എക്സ്പെൻസ് ട്രാക്കർ എങ്ങനെ നിർമ്മിക്കാമെന്ന് ഇതിന് മുമ്പത്തെ വീഡിയോസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം. മറ്റൊരു എക്സൽ പാർട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.